തിരഞ്ഞെടുപ്പ് പോരാട്ടം അതിന്റെ മൂർധന്യതയിൽ എത്തിക്കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ജനീഷിനെ സംബന്ധിച്ച് പാർലമെന്ററി മോഹങ്ങളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ല. എങ്കിലും കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം തന്നാൽ കഴിയും വിധം നിറവേറ്റുമെന്ന് പറയുന്നുണ്ട് OJ ജനീഷ്. ഇക്കുറി കൊടുങ്ങല്ലൂർ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് കട്ടായം പറയുന്നുണ്ട് OJ ജനീഷ്. ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഷാഫി പറമ്പിൽ ചില കാര്യങ്ങൾ കൊടുങ്ങല്ലൂരിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ പോയി പറയാൻ പറയുന്ന മുഖ്യമന്ത്രി നാടിന് നാണക്കേടാണ്. വോട്ടർമാരെ സ്നേഹപൂർവ്വം വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്ന മുഖ്യമന്ത്രി ഭരിച്ച നാടാണെന്ന് ഉമ്മൻചാണ്ടിയെ സ്മരിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. ഷാഫിയുടെ ആ വാക്കുകൾ കേൾക്കാം. ഈ ചെറുപ്പക്കാരന്റെ അച്ഛൻ ചെറുപ്രായത്തിൽ മരണപ്പെട്ട ശേഷം ഈ പയ്യനെ KSU നേതാവായി വളർന്ന കാലത്ത് കാത്തുനിന്ന പുഷ്പ എന്ന അമ്മയെ പറ്റി, ആ അമ്മ ഇപ്പൊ നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. ആ അമ്മ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കരുത് എന്ന് പറഞ്ഞ് KPCC നടത്തിയ സമരത്തിന്റെ ഭാഗമായി അവിടെ ഇരുന്നപ്പോഴാണ് ജനീഷ് പൊതുവേദിയിൽ പ്രസംഗിക്കാത്തൊരു കാര്യം വെറുതെ പേഴ്സണൽ ടോക്കിൽ എന്നോട് വന്ന് പറഞ്ഞത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിക്ക് പോലും ഉമ്മൻചാണ്ടി എന്ന് നേരിട്ട് നീട്ടി വിളിക്കാവുന്ന ആ ഉമ്മൻചാണ്ടി സാറുടെ പേരിൽ ചികിത്സക്ക് പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയുടെ കാര്യങ്ങൾ അത് നോക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഞാൻ കൊടുങ്ങല്ലൂർ ഇക്കുറി UDF ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രചാരണ വാഹനത്തിൽ ഷാഫിക്കും ജനീഷിനും നടുവിലായി ജനീഷിന്റെ അമ്മയും ഉണ്ടായിരുന്നു. മകനെ കൊടുങ്ങല്ലൂർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നത്, ആ അമ്മ നോക്കി നിൽക്കുന്നത് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്. അമ്മയുടെ കണ്ണുകളിൽ അഭിമാനം നിറയുന്നതും നമ്മൾക്ക് കാണാം. ആ അമ്മയെ നോക്കി ഷാഫി പറമ്പിൽ ഇങ്ങനെ പറഞ്ഞു: അമ്മയ്ക്ക് വേണ്ടി ഈ മകന് സമയം കണ്ടെത്താൻ ഒരുപക്ഷെ സാധിച്ചില്ലെന്ന് വരാം. എന്നാൽ ആ സമയം ഈ നാടിനു വേണ്ടി അവൻ നീക്കിവെച്ചതിൻ്റെ തെളിവാണ് ഈ തടിച്ചു കൂടിയ ആയിരങ്ങളെന്നും ഷാഫി പറഞ്ഞു. പിന്നാലെ കണ്ണ് നിറഞ്ഞ് കൈകൂപ്പിയ അമ്മയുടെ ദൃശ്യങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. MP ഒന്നും ആയിട്ടില്ല, പക്ഷെ ഒരു വാക്ക് എനിക്ക് ഈ അമ്മയോട് പറയാൻ പറ്റും. അമ്മ, നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ മകൻ ചെലവഴിച്ച ആ സമയത്തിനുള്ള ഇഷ്ടമാണ് ആയിരക്കണക്കിനായ ഈ ജനങ്ങൾ ഇന്ന് നിങ്ങളുടെ മകനെ ചേർത്ത് പിടിക്കുന്നു. ഇതൊരു പദവിക്ക് അപ്പുറമുള്ളതാണെന്ന് ഞാൻ പറയും.